ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അപ്പോൾ നമ്മുടെ ഫാമിലി ഇങ്ങനെ വളർന്ന് വലിയ ഫാമിലി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരാണ് ഓരോ ദിവസവും പുതിയ സപ്പോർട്ടായിട്ട് വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ്, എൻ്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് കൂടി വരുന്നത്. ഞാൻ അതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വളരെ ക്ഷമയോടെ സെർച്ച് ചെയ്താണ് നിങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വളരെ മുഖ്യമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്താലാണ് നല്ല വീഡിയോസ് നമുക്ക് ഇടാനായിട്ട് ശ്രമിക്കുക. സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നല്ല, ഇനി ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലേക്ക് വരാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല പോലെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ കാണുന്നതിന് മുമ്പൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന്, കാണുന്നതിന് മുമ്പല്ല, കണ്ടതിന് ശേഷം ആയാലും മതി, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതൊരു സ്കിൻ കെയർ ചലഞ്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഡേ 1 മുതലുള്ള വീഡിയോ കാണാനായിട്ട് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ സ്കിൻ കെയർ ചലഞ്ച് 1 എന്നുള്ളൊരു ഹെഡിങ്ങിൽ നമ്മുടെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഡേ 1 ഡേ 2 തൊട്ട് കണ്ട് വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസിന്റെ മറ്റൊരു രൂപമാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്ന് ഭയങ്കര ഭംഗിയായിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു വേ ഓഫ് ലുക്ക് നല്ലതായിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിയിലൊക്കെ പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. മറ്റുള്ളവരോട് സംസാരിക്കാനായിരുന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടിരുന്നാലും ഒക്കെ നമുക്കൊരു കോൺഫിഡൻസ് ആണ് നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയിട്ടിരിക്കുന്നത്. ഒരു പേഴ്സണാലിറ്റി എന്ന് തന്നെ വെച്ചുള്ള ഒരു മാറ്റർ ആണ് നമ്മുടെ സ്കിൻ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ സ്കിന്ന്, ഹെയർ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലും പാക്കായിരുന്നു ഫേസ് ഇട്ടിരുന്നത്. കുപ്പമേനിയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. കുപ്പമേനി ആദ്യം നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ മുഖക്കുരു ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് കുപ്പമേനി യൂസ് ചെയ്യുന്ന ഒരുപാട് ഔഷധ ഗുണം. കുപ്പമേനിയെ പോലെ വേറൊരു ഔഷധ ഗുണമുള്ള കീരയാണ് മുടക്കത്താൻ കീര എന്ന് പറയും. അത് നാട്ടിൽ എന്തായിരിക്കും അതിന്റെ പേര് പറയാൻ അറിയില്ല. അത് കിട്ടാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു കീരയെ കുറിച്ച് ഞാൻ പറയാത്തത്. ആ ഒരു ചീരയെ കുറിച്ച് ഞാൻ പറയാത്തത്. എങ്കിലും നമുക്ക് നാട്ടിലും എല്ലാവർക്കും ഒരുവിധം അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് കുപ്പമേനി സെലക്ട് ചെയ്തത്. കാരണം ഓൺലൈനിലൊക്കെ കുപ്പമേനി അവൈലബിൾ ആണ്. നല്ല ബ്രാൻഡ് നോക്കി വാങ്ങുക. ഞാൻ ഓൾറെഡി ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതാണ്. അത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങിക്കുക. ഫ്രഷ് ആയിട്ടുള്ള കിട്ടുവാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ലീഫ് തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇന്നലെ 2 ദിവസവും ഫേസ് പാക്ക് ഇട്ടതുകൊണ്ട് രാവിലെ ഉള്ളറുവാന്നല്ലേ പാക്ക് ഫേസിൽ ഇട്ടതുകൊണ്ട് ഇന്ന് നമ്മൾ ഫേസിൽ പാക്സ് ഒന്നും ഇടണ്ട. പകരം നിങ്ങൾ ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്യുക. ഏത് ഓയിലായിരുന്നാലും, ക്യാരറ്റ് ഓയിലെങ്കിൽ അത് മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓയിൽ ഇഷ്ടമാണെങ്കിൽ ആ ഓയിൽ വെച്ചിട്ട് നല്ലപോലെ ഫേസിൽ മസാജ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകി കളയുക. നാച്ചുറൽ ഫേസ് വാഷ് മാക്സിമം നല്ലത്. ഇല്ലെങ്കിൽ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ല ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക കേട്ടോ. ഫേസും ദേഹത്തും ഒക്കെ നല്ലപോലെ ഓയിലൊക്കെ മസാജ് ചെയ്തതിന് ശേഷം കുളിക്കാം. പറ്റുവാണെങ്കിൽ ഇന്ന് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഡേ കൊണ്ടൊരു ആവി കൊണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ഒരു ആവിയും കൂടെ കൊണ്ട് കുളിക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നല്ലപോലെ ഈ ഒരു എല്ലാ എണ്ണയൊക്കെ ശരീരത്തിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് അങ്ങനെ കുളിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെയാണ് താരൻ കളയുന്നത്. താരൻ ഒരുപാടുണ്ട്. സ്കിൻ നമ്മുടെ തലയോട്ടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആയിട്ടിരുന്നാൽ മാത്രമാണ്, താരനൊന്നും അഴുക്കും ഒന്നും ഇല്ലാതെ സ്കാൽപ്പ് ക്ലീൻ ആയിട്ടിരുന്നാൽ മാത്രമാണ് ഫേസിൽ പിമ്പിളൊന്നും വരാതിരിക്കുക. ചില പേർക്ക് കണ്ടിട്ടില്ല, നെറ്റിയിലൊക്കെ ഒരുപാട് കുരുക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ നെറ്റിയുടെ ഈ ഭാഗത്തൊക്കെ കറുത്ത മാർക്കുകളൊക്കെ ഉണ്ടാകും. അതിനൊക്കെ മെയിൻ കാരണം തലയിലുള്ള അഴുക്കാണ്. സ്കാൽപ്പ് എപ്പോഴും വളരെ ക്ലീൻ ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ രാവിലെയും വൈകുന്നേരവും നല്ലപോലെ മുടിയൊക്കെ നല്ലപോലെ ചീകി വാരി കെട്ടി നല്ലപോലെ ആഴ്ചയിൽ 1-2 ദിവസം നല്ലൊരു പാക്സ് ഒക്കെ ഇട്ട് സ്കാൽപ്പിനെ എപ്പോഴും മാക്സിമം ക്ലീൻ ആയിട്ട് വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡാൻഡ്രഫ് ഇല്ലാത്തവർക്കും അല്പം അപ്ലൈ ചെയ്യാം. സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ്. സെയിം നമ്മുടെ കുപ്പമേനി വെച്ചിട്ടുള്ള ഒരു പാക്കാണിത്. നിങ്ങൾ പോയി കണ്ടിട്ട് വരും ആദ്യം എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നതെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്, ആദ്യം നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഇതൊരു നല്ല വലിയ അലോവേരയുടെ ജെല്ല് ഞാൻ എടുത്തു വച്ചേക്കുന്നതാണ്. അലോവേര ജെല്ലില്ല, അലർജി ആണെന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അലോവേരയുടെ നമ്മുടെ വാങ്ങിക്കാൻ കിട്ടുന്ന ജെല്ലുണ്ടല്ലോ, വീട്ടിലുള്ള ജെല്ലല്ലാതെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന അങ്ങനത്തെ ജെല്ല് വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഹെയറിനും യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാം അലോവേര ജെൽ ഓർഗാനിക് ആയിട്ട് വരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള അലോവേര ജെല്ല് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. സംടൈം ഒക്കെ മിക്സഡ് ആയിട്ട് വരാറുണ്ട്. അങ്ങനത്തെ അലോവേര ജെൽ എടുക്കരുത്. ഇങ്ങനെ
പ്ലെയിൻ ആയിട്ടുള്ള അലോവേര ജെല്ല് വേണം എടുക്കാനായിട്ട്. ഓക്കെ, അത് നിങ്ങൾ പാക്കറ്റിൽ നോക്കുമ്പോൾ മനസ്സിലാവും. നല്ല അലോവേര ജെല്ല് എടുക്കാം. അതിനുശേഷം ഈ അലോവേര ജെല്ലിൽ നല്ല കുറച്ച് തൈര്, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. താരന് ഏറ്റവും നല്ലത് വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തൈരിന് ഒരുപാട് കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ദേ 1 സ്പൂൺ നല്ല കട്ടി തൈര്, 1 സ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട. 1 സ്പൂൺ നല്ല കട്ടി തൈര് യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം വീട്ടിലുള്ളത് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ 1 സ്പൂൺ തൈര്, അതിൻ്റെ കൂടെ നമ്മുടെ കുപ്പമേനി പൗഡർ. ഒരുപാട് പേര് ഈ പേര് വീണ്ടും സംശയമാണ്. കുപ്പമേനി, ഉപ്പമേനി, കപ്പമേനി എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇത് കുപ്പമേനിയാണ്. എൻ്റെ കയ്യിൽ ഒറിജിനൽ ഇല ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. കുപ്പമേനി പൗഡർ. ഓക്കെ, അങ്ങാടിക്കടകളിലൊക്കെ കിട്ടും ഈ കുപ്പമേനി പൗഡർ. അല്ലെങ്കിൽ ആ ഓൺലൈൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കി വാങ്ങിച്ചാലും മതി. നമ്മുടെ തലമുടിക്ക് ആവശ്യമായിട്ടുള്ള കുപ്പമേനി പൗഡർ എടുക്കാം. ഇപ്പം ഓരോരുത്തർക്കും ഓരോ അളവിലുള്ള മുടിയല്ല. ഞാനിപ്പോൾ സ്കാൽപ്പിലാണ് അധികമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. കാരണം താരൻ എന്ന് പറയുന്നത് നമുക്ക് സ്കാൽപ്പിലുള്ളതാണ്. എനിക്ക് താരനില്ല എങ്കിലും ഞാൻ പറയണം, സ്കാൽപ്പിലുള്ളതാണ്. താരനില്ലാത്തവർക്കും ഇത് നല്ലതാണ് കേട്ടോ. താരൻ വരാതിരിക്കാനും ഒക്കെ നല്ലതാണ്. ഒരു വലിയ 2 ടേബിൾ സ്പൂൺ കുപ്പമേനി പൗഡർ ഇടാം. ഇട്ടതിന് ശേഷം ഇത് മൂന്നും നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയിൽ മിക്സ് ചെയ്തെടുക്കാം. കാരണം അലോവേര ജെൽ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് മിക്സിയിൽ മിക്സ് ചെയ്താലായിരിക്കും നല്ലപോലെ വരിക. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ഞാനിത് മിക്സിയിൽ വെച്ച് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു തിൻ കൺസിസ്റ്റൻസിയാണ് ഇത്. നമ്മുടെ തലയോട്ടിയിൽ ഫുള്ള് നമ്മൾ എണ്ണ എങ്ങനെയാണോ തേച്ച് പിടിപ്പിക്കുന്നത് അതുപോലെ തലയോട്ടിയിൽ ഫുള്ള് നമ്മൾ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ കണ്ടില്ല, വളരെ സിമ്പിളാണ്. നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. അതിനു മുമ്പ് നിങ്ങൾ ഹെയറിൽ ഫസ്റ്റ് നിങ്ങൾ മുടിയൊക്കെ നല്ലപോലെ ഒന്ന് ചീകി, ഇപ്പം എൻ്റെ മുടിയെ ചീകിയതാണ് ഓൾറെഡി. നല്ലപോലെ ഒന്ന് ചീകി മുടിയുടെ ഉടക്കൊക്കെ നല്ലപോലെ ഇതുപോലെ ഒന്ന് ഉടക്കും ഒക്കെ ഒന്ന് എടുത്ത് വൃത്തിയായിട്ട് നീറ്റായിട്ട് വെച്ചേക്കുക. അപ്പോൾ കാരണം നമ്മൾ പാക്കുകൾ ഇട്ട് കഴിയുമ്പം ഒബ്വിയസ്ലി നമ്മുടെ മുടിയിൽ വീണ്ടും ഒരു ഉടക്കൊക്കെ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഉടക്ക് മാറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് നല്ലപോലെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പ് എടുത്തതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് ഞാൻ ബാത്റൂമിൽ പോയി അപ്ലൈ ചെയ്യുന്നതാണ് മാക്സിമം നല്ലത്. കാരണം തറയിലൊക്കെ ആകും. അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ പോയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്ന് ജസ്റ്റ് കയ്യിലെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക. ഓരോ വൗരായിട്ട് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. പ്രത്യേകിച്ചും നമ്മുടെ താരനൊക്കെ ഉള്ള ഭാഗങ്ങളിൽ നല്ല രീതിയിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നല്ല പോലെ എടുത്ത് നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ മുഖ്യമാണ്. ഓരോ മുടിയായിട്ട് എടുത്തിട്ട് വേണം ഇതുപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, ഇതുപോലെ അപ്ലൈ ചെയ്യണം. നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗം ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഈ ഭാഗത്ത് നല്ല രീതിയിൽ തേച്ച് കൊടുക്കണം. അതായത് സ്കാൽപ്പിൽ തേച്ചാൽ മാത്രമാണ് നമ്മുടെ മുടിക്ക് ആ ഒരു എന്താ പറയുന്നത് നല്ലപോലെ നമ്മുടെ മുടി വേരുകളിൽ നല്ലപോലെ ഇറങ്ങാനായിട്ട് സഹായിക്കാം. നല്ലപോലെ തേച്ച് കൊടുക്കണം. നല്ല ഫുള്ള് നമ്മൾ ആരെങ്കിലും കൊണ്ട് തേപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നമ്മുടെ ഫുൾ ഭാഗവും തല ഫുള്ള് കവർ ചെയ്തിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ മുടിയിലും തേച്ച് കൊടുക്കാം. നല്ല വൃത്തിയായിട്ട് സ്കാൽപ്പ് ക്ലീൻ ആകും. നിങ്ങൾക്ക് ഈ താരൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആഴ്ചയിൽ 1 ദിവസം വെച്ചിട്ട് ഒരു മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്ന് മാത്രമല്ല, ഒൺസ് നിങ്ങൾക്ക് പോയ താരൻ തിരിച്ചു വരുവുമില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒൺസ് നിങ്ങൾ താരൻ കംപ്ലീറ്റ് ആയിട്ടും മാറ്റണം. ഒരു 2 ദിവസമൊക്കെ ഇടുമ്പോൾ തന്നെ 2 പ്രാവശ്യം പാക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് താരൻ പൂർണ്ണമായിട്ടും പോകും. അപ്പോൾ നിർത്താതെ അടുത്തൊരു 2-3 ആഴ്ചയും കൂടെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് ആ താരൻ വരാതിരിക്കാനായിട്ട് സഹായിക്കും. ആ ഒരു കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊരു മെഡിസിൻ കഴിക്കുമ്പോൾ എങ്ങനെയാണ് കഴിച്ചിട്ട് അത് പെട്ടെന്ന് അങ്ങ് നിർത്തത്തില്ലല്ലോ, അതുപോലെ തന്നെയാണ് ഇതും. കുറച്ചൊന്ന് കണ്ടിന്യൂ ചെയ്താലാണ് നല്ല റിസൾട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ താരൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് എല്ലാവർക്കും ഒരു കംപ്ലീറ്റ് പരിഹാരമാണിത്. എല്ലാവരും ഇത് ചെയ്തു നോക്കുക. കുപ്പമേനി എന്ന് പറഞ്ഞ് കിട്ടാൻ വലിയ പാടുള്ളൊരു കാര്യമേ അല്ല. നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുപ്പമേനി പൗഡർ കിട്ടും. എല്ലാവരും വാങ്ങിച്ചു വെച്ചേക്കുക. ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കുപ്പമേനിയുടെ ഇല വെച്ച് നിങ്ങൾക്ക് തോരനൊക്കെ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തോരനുണ്ടാക്കാം. കഴിക്കുന്നത് വളരെ നല്ലതാണ്. തോരനുണ്ടാക്കാം. അതുപോലെ തന്നെ ചീരയൊക്കെ ഇട്ട് നമ്മൾ പരിപ്പേറി ഉണ്ടാക്കത്തില്ല, അതുപോലെ പരിപ്പേറി ഉണ്ടാക്കാം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു സസ്യമാണ് ചീര, ഈ ഒരു കുപ്പമേനി ചീര എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് അന്യം നിന്നു പോയ ഒരു സംഭവമാണ് കുപ്പമേനി ചീര. പലർക്കും അറിയില്ല ഇത് എന്തിനാണ് യൂസ്. ഇഷ്ടംപോലെ നമ്മൾ വയൽവരമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുപ്പമേനി ഇല നിൽക്കുന്നത് കാണാം. മാക്സിമം നിങ്ങൾ പോയി അന്വേഷിക്കുക. നമുക്ക് കിട്ടുന്നില്ല, കാണുന്നില്ല, അയ്യോ അറിയില്ല എന്ന് പറയാതെ നിങ്ങൾ പോയി അന്വേഷിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റായിട്ടും താരൻ ഒരു കംപ്ലീറ്റ് പരിഹാരം. ഇനി ആരും താരനുണ്ടെന്നൊന്നും
പറയാൻ പാടില്ല. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ അടുത്ത നമ്മുടെ സ്കിൻ കെയർ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.